എത്തിയോ ജോണിച്ചെന്തി ചേട്ടാ അറിയാലോ ഇവിടുത്തെ സകല മലയാളി അസോസിയേഷന്റെ ഓണം കൊണ്ടിട്ട് ദൈവത്തിനെ അറിയുള്ളൂ എപ്പോ വരുമെന്ന്. ശരി. ആ ജോബി വരുന്നുണ്ട്. കഴിഞ്ഞ ഓണസദ്യക്ക് അവന് കൊടുത്ത പഴത്തിന് നീളം കുറവാണെന്ന് പറഞ്ഞിട്ട് അവൻ കാശ് തന്നിട്ട് ഇത്തവണ അവൻ്റെ കാശ് പിടിച്ച് മേടിച്ചു പഴം കൊടുക്കണം. അല്ല ചേട്ടൻ ബാഡ്ജ് ഇടുന്നില്ല. എനിക്കെന്തിനാ പോലെ ബാഡ്ജ്? ഈ കുഞ്ഞേട്ടനെ ഇവിടുത്തെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരാൻ. എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ എല്ലമ്മയുടെ ഓണാഘോഷ പരിപാടിയിലേക്ക് ഏവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം. എല്ലാ ഓണവും നമ്മുടെ ഓർമ്മയിൽ സമൃദ്ധിയുടെ നിറവാണ്. നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ഈ ഓണവും നമ്മെ ഓർമ്മയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഗൃഹാതുരത്വത്തിൻ്റെ മുത്തശ്ശി കഥകളിൽ നാം കേട്ട ഓണാനുഭവങ്ങൾ ശരാശരി മലയാളിയുടെ ജീവിത പകർപ്പുകളാണ്. പിന്നെ മോള് വേറെ ആരെങ്കിലും കയ്യിൽ ഏൽപ്പിക്കാൻ പറ്റില്ല. ഓണാഘോഷ പരിപാടി നടത്തുന്ന നമ്മുടെ ഈ ഐക്യം, ഈ കൂട്ടായ്മ അതെടുത്തു പറയേണ്ട ഒന്നാണ്. ഒരിക്കൽ കൂടി എല്ലാ ഇവനെന്താ ഇവളുടെ വർത്താനം കൂട്ടി? എന്തെങ്കിലും ഗുണമുണ്ടാവുന്ന കൂട്ടിക്കോ. ഇത് നമ്മുടെ ലവ്ലിയുടെ, ഇത് ജിമ്മി, ചാൾസ്, റോഷൻ. ഹലോ. ഹായ്. എനിക്ക് നിങ്ങളെ കണ്ട് നല്ല മുഖപരിചയം. നീ കണവണാന്ന് പറയാണ്ട് ജീനോറിനെ ഒഴിക്കാൻ നോക്കടാ. എനിക്ക് വേണ്ട, അത് കുഴപ്പമില്ല, നിങ്ങൾ കഴിക്കും. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഇവിടെ വന്ന് അടിക്കണം. 1 2 3 4 അയ്യോ ദേ അടുത്തതാ. അതെ ജീച്ചനോട് ഒന്ന് പറയണേ. അവനോട് പോയി തപ്പാൻ. അല്ല മാഷേ, നിങ്ങൾക്ക് നാട്ടിൽ തന്നെ പരിപാടിയായിരുന്നു? നീ ആരുടെ കൂടെ അടിച്ചോണ്ടിരിക്കുന്ന അറിഞ്ഞൂടാ? ജി നാട്ടിലെ സേടാ. ആഹാ, പോലീസാ. ഓ ആ, ഇപ്പൊ പിടി കിട്ടി. അപ്പോ സാറിപ്പോ സസ്പെൻഷനിലാണല്ലേ? എന്നാലും മറ്റേ ഇത്തിരി നാറ്റക്കേസ് ആയിപ്പോയല്ലേ? ഇത്തിരി എന്നല്ല, ഒത്തിരി എന്ന് പറയുന്നതായിരിക്കും ശരി. അതിപ്പോ എന്താ ഇത്ര വലിയ നാറ്റക്കേസ്? അത് നിനക്കറിയില്ല? എടാ അത് ഭയങ്കര വൈറലല്ലേ? കാണ സംസാരിക്കാന്നേ. എന്താണ് പ്രശ്നം? കുടിവെള്ളത്തിന്റെ ബോർഡും വെച്ചിട്ട് കക്കൂസും മാലിന്യം തള്ളുന്നവരാ. ഞങ്ങൾ അവരെ അങ്ങ് പൊക്കി. ഒരാൾ മലയാളിയാ, ബാക്കി ബംഗാളികളാ സാറേ. താനാരാ? ഞാനിവിടുത്തെ പാർട്ടി ലോക്കൽ സെക്രട്ടറിയാണ്. രണ്ടോമാർ അവിടെ കിടപ്പുണ്ട്. എന്റെ സാറേ, കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. കുളിക്കുന്ന വെള്ളത്തിലും തീട്ടത്തിന്റെ നാറ്റമാ. ഇനി അങ്ങനെ തല്ലല്ലേ സാറേ, ഇവര് ഞങ്ങൾ ഒരുപാട് തല്ലു സാർ. ആരോ മല തല്ലിയത്? ഞങ്ങളാ സാറേ. കക്കൂസും മാലിന്യം തള്ളുന്നത് തെറ്റാണ്. 50,000 രൂപ വരെ പിഴ പോവാം, 6 മാസം തടവും. പക്ഷേ ഇത് അറ്റംപ്റ്റ് ടു മർഡർ ആണ്. സെക്ഷൻ 307, ജീവപര്യന്തം വരെ നീ അകത്തു. സാറ് വല്ല ന്യായവും വകുപ്പൊന്നും പറയണ്ട. സാറിന്റെ ജോലി. പിന്നെ നിന്റെ പണി ചെയ്യാനാണോടാ ഞാൻ വന്നത്? പിടിച്ചു കേട്ടോമാരെ. പാർട്ടിയിലെ പിള്ളേരെ സാറേ പണി കിട്ടും. പാർട്ടിയൊക്കെ ഒന്ന് പാർട്ടി ഓഫീസിൽ. പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടായ എസ്ഐയുടെ ഈ നടപടിക്കെതിരെ നാട്ടുകാർ ഇവിടെ പ്രതിഷേധിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട പോലീസ് കൈക്കൂലി വാങ്ങലൊക്കെ പോലീസിലുള്ളതാണ്. ഇത് സീൻ ഉണ്ടാക്കല്ലേ?
കണ്ട തീട്ടമണ്ടിക്കാരുടെ ഇന്ന് കൈക്കൂലിയും വാങ്ങിയിട്ട് നീ ഞങ്ങളുടെ സ്ഥലത്ത് ഒന്ന് ഷോ കാണിക്കാൻ നിൽക്കരുതട്ടാ. സസ്പെൻഷനിലാണെങ്കിൽ ഞാനിപ്പോഴും പോലീസുകാരൻ തന്നെയാടാ. അടിപൊളിയായിട്ടുണ്ട്. പുറത്തടി നടക്കുന്നു. ഞങ്ങളുടെ സ്ഥലത്തൊന്ന് പോലീസ് കളിക്കുന്നതാണ് നായേ. നാട്ടില് കൈക്കൂലി മേടിച്ചിട്ട് കാണിക്കുന്നു. കുഞ്ഞിനെ കൊണ്ട് കളിപ്പിക്കേ. ചെല്ല്, ചേട്ടനോട് ചെല്ല്. വാ വാവേ, വാ നമുക്ക് കളിക്കാം. വാ. ലൗലി, ഒന്നിച്ച് താമസിച്ചു തുടങ്ങുമ്പോഴാണല്ലോ പലരുടെ സ്വഭാവങ്ങൾ പുറത്തു വരുന്നത്. നാട്ടിൽ കേട്ട കഥകളെ പോലെയൊക്കെ തന്നെയുണ്ട്. നാട്ടിൽ എന്ത് കഥയാണ് നീ കേട്ടത്? ഓ, ഇവിടുന്ന് മാസാമാസം അയച്ചു കൊടുക്കുന്നതിന്റെ പ്രത്യേകമായിട്ട് നിന്റെ അമ്മ പറയുന്നതായിരിക്കും. ജീച്ച എന്താ ഉദ്ദേശിച്ചേ? ലൗലി വിട്ടെ. ഇല്ലേച്ചി പറയട്ടെ. അതെ, വളർത്തി പഠിപ്പിച്ച് ജോലിയൊക്കെ നാട്ടിലെ കാരണവന്മാർക്കേ ഞങ്ങൾ ജോലിയുള്ള പെൺപിള്ളേര് വല്ലപ്പോഴും കുറച്ച് കാശ് അയച്ചാ എന്താ ആകാശം ഇടിഞ്ഞു വീഴൂ? കെട്ടിപ്പോയിന്ന് കരുതി കൊടുത്തുവിടാൻ നിയമമൊന്നുമില്ലല്ലോ. എന്റെ ഈഗോയെ ഹേർട്ട് ചെയ്താൽ ഞാൻ പ്രതികരിക്കും, അത്ര ഉദ്ദേശിച്ചു. ആ ചെല്ല്, ചെന്ന് പ്രതികരിക്കും. മനോജീനെ, എന്തായാലും നടക്കേണ്ടത് നടന്നു. അതുകൊണ്ട് ഇനി അങ്ങോട്ട് സൂസൻ, നമുക്കിങ്ങോട്ട് പോയാലോ?